എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ എനിക്കൊരു സാക്ഷ്യമായി വന്നു നിൽപ്പാനും ദൈവത്തിന്റെ വചനം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനും ദൈവം അടിയന്റെ ജീവിതത്തിൽ നൽകിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ ഫാദറിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു. കഴിഞ്ഞ മാസമാണ് ഒരു റെഗുലർ ചെക്കപ്പ് എന്ന പോലെ ലിവറിന് ഓൾറെഡി പ്രശ്നങ്ങളുള്ളതാണ്. സോ അതിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ടായിരുന്നു. എറണാകുളം ലിസി ഹോസ്പിറ്റലായിരുന്നു നടന്നിരുന്നത്. അതിന്റെ റെഗുലർ ചെക്കപ്പ് എന്നുള്ള രീതിയിൽ എല്ലാ ഇയറിലും CT സ്കാൻ എല്ലാം ചെയ്ത് എല്ലാ ബ്ലഡ് ടെസ്റ്റും എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ റെഗുലർ ചെക്കപ്പിന് വേണ്ടി പോയതാണ്. അപ്പോഴാണ് CT സ്കാൻ എടുത്തപ്പോൾ അതില് അവർക്ക് ഡോക്ടറിന് ഒരു 99% ഡോക്ടർ പറഞ്ഞത് അത് ക്യാൻസർ തന്നെയാണ് എന്നാണ്. അപ്പോ എന്റെ ഫാദർ പറഞ്ഞു, ഓക്കെ, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന ഇതില് കുറച്ചും കൂടെ ബെറ്റർ, നമ്മള് കേരളത്തിലെ RCC ആണല്ലോ ക്യാൻസറിന് സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഹോസ്പിറ്റല്, അപ്പോ അവിടെ പോവാം എന്ന് പറഞ്ഞ് അവിടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയി. അവിടെ ചെന്ന് അവര് റിപ്പോർട്ട്സ് എല്ലാം കണ്ടപ്പോഴും അവരും ക്യാൻസർ എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അവര് CT എടുത്തതിന്റെ CD അവിടെ സബ്മിറ്റ് ചെയ്തിരുന്നു. അവിടുത്തെ റേഡിയോളജിസ്റ്റ് അത് കണ്ടപ്പോൾ അവർക്ക് അത് ക്ലാരിഫിക്കേഷൻ ഇല്ല. സോ അവര് MRIക്ക് സജസ്റ്റ് ചെയ്തു. അങ്ങനെ MRI എടുത്തു. ഇന്നാണ്, അതായത് ട്യൂസ്ഡേ, ഇന്നലെ നാട്ടിലെ ട്യൂസ്ഡേ ഡോക്ടറെ അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ അവര് അതില് ക്യാൻസറിൻ്റെതായ ഒരു ഡിഫിക്കൽട്ടീസും ഒന്നും അവർക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ അത്ഭുതകരമായ കരം പ്രവർത്തിച്ചത് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു. അത് അടിയന്റെ ജീവിതത്തിലും വിശ്വാസം വർദ്ധിക്കാൻ കാരണമായി. ഞാൻ ഇങ്ങനെ ഒരു ഡയഗ്നോസിസ്, ഒരു ഡൗട്ട് പറഞ്ഞപ്പോ ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞ് ഞാൻ ചോദിച്ചു, ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം? കാരണം എനിക്കിപ്പോ നാട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പോ നിങ്ങളെല്ലാവരും റീസെന്റ് അറിഞ്ഞതുപോലെ PR കാർഡ് ഇല്ലാത്തവർക്ക് ഇപ്പൊ നാട്ടിൽ പോയാൽ തിരിച്ച് എൻട്രി അവർ ക്യാൻസൽ ചെയ്യും. സോ അങ്ങനെ ഒരു ക്രൈസിസിൽ ഇരിക്കുന്ന സമയമാണ്. എനിക്ക് നാട്ടിലോട്ട് കടന്നു പോയി ഫാദറിനെ ഒന്ന് കാണാനോ അല്ലെങ്കിൽ പോയി ഒന്ന് കെയർ ചെയ്യാനോ ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥയാണ്. സോ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോ വ്യക്തമായൊരു ദർശനം ദൈവം എനിക്ക് തന്നു. ആ ദർശനത്തിൽ ഞാൻ മുറുകെ പിടിച്ചു. ഞാൻ പിന്നെ വിഷമിച്ചില്ല. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടില്ല. ദൈവം ബോഷ്ക്ക് പറയുന്നവനല്ല. ദൈവം എനിക്ക് അങ്ങനെ ഒരു ദർശനത്തെ തന്നപ്പോൾ ഞാൻ ദർശനം മുറുകെ പിടിച്ചു. അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ചോദിക്കുന്നവരോട് എല്ലാവരോടും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു, ദൈവം എനിക്ക് അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ദർശനത്തെ തന്നിട്ടുണ്ട്. ഞാൻ അതിൽ വിശ്വസിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നത് ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു ഈ ഗ്രൂപ്പ്. എൻ്റെ കുടുംബത്തിനും എൻ്റെ പാരന്റ്സിനും അവർക്കെല്ലാം ഒരു അനുഗ്രഹമായിരുന്നു. വീണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന പോലെ ഞാൻ മാത്രമാണ് ആ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിലോട്ട് കടന്നു വന്നിട്ടുള്ളത്. അവരെല്ലാം റോമൻ കാത്തലിക് ആ ഒരു ഇത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. സോ അവര് ദൈവത്തെ അറിയണം, സത്യവിശ്വാസം അറിയണം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഈ രോഗവും ദുഃഖവും എല്ലാം വന്നപ്പോഴും എനിക്ക് അതിനെക്കുറിച്ചല്ലായിരുന്നു വിഷമം, ദുഃഖം കൂടുതലും. എനിക്ക് അവര് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുന്നമേ ദൈവത്തെ അറിയണം. ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ആ ഒരു വിശ്വാസ ജീവിതത്തെ ഞാൻ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു വിശ്വസിക്കുന്നു. പ്രാർത്ഥിച്ച ഓരോരുത്തർക്കും കുടുംബമായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. വീണ്ടും ഞങ്ങളെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കണം. ഇന്ന് സാക്ഷ്യം മാത്രമാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ എബിൻ ബ്രദർ എന്നോട് വേർഡ് ഓഫ് ഗോഡിന്റെ കൊണ്ട് കുറച്ചൊന്ന് ഷെയർ ചെയ്യാവോ എന്ന് ചോദിച്ചു. സോ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വചനഭാഗം അപ്പോ എനിക്ക് സംസാരിക്കാനായിട്ട് ദൈവം സാഹചര്യം ഒരുക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതിൽ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് ആധാരമായിട്ട് 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 17-18 വാക്യം നമുക്ക് വായിക്കാം. പിന്നെ എലീശ പ്രാർത്ഥിച്ചു,
16ഉം 17ഉം വാക്യം. ഓക്കെ. അതിന് അവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടിയുള്ളവർ അവരോട് കൂടിയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. ആമേൻ. ഒരു നിമിഷം നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, കർത്താവേ, അപ്പാ അടിയൻ ഈ വചനവുമായി ദൈവമേ ഹല്ലേലൂയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അടിയനിലൂടെ ദൈവം സംസാരിക്കേണ്ടത് എന്തെന്ന് വ്യക്തമായി അടിയന്റെ നാവിലൂടെ പറയണമേ അപ്പ. ഹല്ലേലൂയ. ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും കർത്താവെ, അത് കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ നൂറുമേനി ഫലം കായ്ക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം. ക്രൂശിന്റെ മറവിൽ നിന്ന് ഈ മെസ്സേജ് ദൈവമേ പറയുവാൻ തക്കവണ്ണം കർത്താവ് അടിയനെ സഹായിക്കണം. പ്രാർത്ഥനയാചിനി കേട്ട കൃപകൾക്കായി സ്തോത്രം. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഒരിക്കൽ കൂടെ ഞാൻ അത് വായിക്കുന്നു. അതിന് അവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടിയുള്ളവർ അവരോട് കൂടിയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമെന്ന് പറഞ്ഞു. ഈ സാഹചര്യം, ഈ സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് അറിയാം. കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആരാമ്യര് ഇസ്രായേലരോട് യുദ്ധത്തിന് വരുമ്പോ ആരാം രാജാവ് അവരോട് ഓരോ സ്ഥലങ്ങളിൽ പാളയം അടിക്കണം എന്ന്, അതായത് ശത്രുക്കളെ നേരിടാനായിട്ട് ഇന്ന സ്ഥലങ്ങളിൽ പാളയം അടിക്കണം എന്ന് നിർദ്ദേശം കൊടുക്കുകയാണ് ആരാമ്യരോട്. പക്ഷെ ആ രാജാവ് എന്തെല്ലാം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നോ ആ നിർദ്ദേശങ്ങളെല്ലാം ദൈവം ആലോചനയായിട്ട് എലീശയ്ക്ക് കൊടുക്കുക. എലീശ അത് ഇസ്രായേൽ രാജാവിന് കൺവേ ചെയ്യും. ഇന്ന സ്ഥലത്ത് പാളയം അവരടിക്കുന്നുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം, അവിടെ പോയി അവര് വന്ന് നമ്മളെ തകർത്ത് കളയാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. അത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം അത് സംഭവിക്കുകയാണ്. അപ്പോ ഇസ്രായേൽ രാജാവ് അവിടേക്ക് ആളുകളെ അയക്കുന്നു, അവരെ നശിപ്പിച്ചു കളയുന്നു. വീണ്ടും അങ്ങനെ ജയം ഇസ്രായേലിന്റെ കൂടെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ആരാം രാജാവിന് ദേഷ്യമായിട്ട് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് ദൈവപുരുഷൻ എന്നാണ് എലീശായെ പറയുന്നത്. ദൈവപുരുഷൻ അത് മെസ്സേജ് ഓരോരോ പ്രാവശ്യവും കൺവേ ചെയ്യുവാന്ന് പറഞ്ഞ് അവരെ അറിയിക്കുകയാണ്. അപ്പോ അറിയിക്കുമ്പോ വീണ്ടും എലീശായെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം സൈന്യം അവര് താമസിച്ചിരുന്ന ആ പാളയത്തിന് ചുറ്റും തമ്പടിക്കുകയാണ്. അപ്പോ എലീശായുടെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ വലിയൊരു കൂട്ടം പട്ടണം മൊത്തം ചുറ്റി വളഞ്ഞിരിക്കുക. പട്ടണം മൊത്തം ചുറ്റി വളഞ്ഞ് ഇവരെ ആക്രമിക്കുമെന്നുള്ള ഉറപ്പില് നിൽക്കുക. അപ്പൊ ബാല്യക്കാരൻ പുറത്തുനിന്ന് ചെന്ന് നോക്കുമ്പോ ഒരു രക്ഷയില്ല. അവൻ അയ്യം വിളിക്കുക, അതായത് അയ്യോ യജമാനനെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ എന്നെ അവിടെ നിന്ന് ചിന്തിപ്പിച്ച ഒരു കാര്യം, ഈ എലീശ ഇതിന് പുറകിലോട്ട് നമ്മൾ ഇപ്പോ വായിക്കുമ്പോ ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ എടുത്തതിന് ശേഷം ഇങ്ങോട്ട് ഏലീശായിലൂടെ ദൈവം ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. പല പല കാര്യങ്ങൾ, അതെല്ലാം വ്യക്തമായിട്ട് ദൈവം ശക്തമായ ഏലീശായെ ഉപയോഗിച്ച ഓരോ കാര്യങ്ങളുണ്ട്. അതെല്ലാം വ്യക്തമായി ആ ബാല്യക്കാരന് അറിയാം. എങ്കിലും അവൻ ആ തമ്പടിച്ചിരിക്കുന്ന ആ കൂട്ടത്തെ കണ്ടപ്പോ അവൻ പേടിച്ചു, ഭയപ്പെട്ടിട്ട് അവൻ അപ്പൊ മാനുഷികമായി ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുക, അയ്യോ യജമാനനെ, നമ്മൾ ഇനിയിപ്പോ എന്തോ ചെയ്യും എന്ന്. ആ സമയത്ത് എലീശ അവന് വേണ്ടി പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ. അതിനു മുന്നേ എലീശ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മോട് കൂടെയുള്ളവൻ നമ്മുടെ പ്രശ്നങ്ങളെക്കാളും വലിയവനാണെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും, അത് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, പ്രതികൂലമായിക്കോട്ടെ അനുകൂലമായിക്കോട്ടെ, നമ്മോട് കൂടെയുള്ളവൻ മറ്റ് എല്ലാത്തിനേക്കാളും വലിയവൻ എന്ന് വിശ്വസിക്കാൻ നമ്മൾ ഈ ദിവസങ്ങളിൽ തയ്യാറാവണം. എങ്കിലേ നമ്മൾ മനസ്സിലുള്ള ഡൗട്ടുകൾ മാറത്തുള്ളൂ. അത് സംഭവിക്കുവോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. നമ്മൾ ഈ സംശയം കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും ചില കാര്യങ്ങൾ, അല്ലെ? നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ആ വിശ്വാസം സംശയം കൊണ്ട് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കാതെ പോകും. വചനം പറയുന്നത് ഇങ്ങനെയാണ്, സംശയത്തോടെ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നമുക്കത് ലഭിക്കത്തില്ല. അതെന്ന് പറയുന്നത്, അങ്ങനെ പ്രാർത്ഥിക്കുന്നവൻ കാറ്റത്ത് ഉലയുന്ന കടൽത്തിരയോട് സമൻ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുമെന്ന് വിചാരിക്കേണ്ട എന്നാണ് വചനം പറയുന്നത്. ആമേൻ. അപ്പൊ സംശയമില്ലാതെ നമ്മൾ മുന്നിൽ എന്ത് പ്രതികൂലം വന്നാലും നമ്മൾ വിശ്വസിക്കണം. എലീശ പറഞ്ഞതുപോലെ നമ്മോട് കൂടെയുള്ളവൻ മറ്റുള്ള എല്ലാത്തിനേക്കാളും വലിയവൻ എന്ന് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാവണം.
എലീശ എന്നിട്ട് പ്രാർത്ഥിക്കുവാണ്, ബാല്യക്കാരന്റെ കണ്ണ് തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്താണ് കണ്ണ് തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അവൻ കുരുടനായതുകൊണ്ടോ അല്ലെങ്കിൽ അവന് കാഴ്ചയില്ലാത്ത അതുകൊണ്ടോ ഒന്നുമല്ല അവന്റെ കണ്ണ് തുറക്കാൻ പ്രാർത്ഥിക്കുന്നത്. അവന്റെ ഉള്ളിൽ വിശ്വാസമുണ്ട്. അവൻ പല കാര്യങ്ങളും ദൈവകൃപയാൽ എലീശ ചെയ്തത്, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് എലീശയെ ദൈവം ഉപയോഗിച്ചത്, അതെല്ലാം വ്യക്തമായി കണ്ടിട്ടും പ്രതികൂലം വന്നപ്പോ അവൻ തളർന്നു പോകുന്നത് അവന്റെ ഉള്ളിലെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാത്തത് കൊണ്ട് മാത്രമാണ് അവൻ തളർന്നു പോകുന്നത്. ആമേൻ. ആ ഹൃദയദൃഷ്ടി നമ്മുടെ നമ്മുടെ ഹൃദയദൃഷ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണ്, അത് തുറന്ന് നമ്മൾ ദൈവത്തെ കണ്ടാൽ മാത്രമേ നമ്മുടെ മുന്നിലുള്ള പ്രതികൂലം വന്നാലും എന്ത് വന്നാലും, അത് കടൽ തിരയായിക്കോട്ടെ, ഉലയും തിരമാലയായിക്കോട്ടെ, എന്ത് വലിയ സംഭവം വന്നാലും നമ്മുടെ ഉള്ളിലുള്ള ഉൾക്കണ്ണ് തുറന്ന് നമ്മൾ ദൈവത്തെ കണ്ടാൽ, ദൈവത്തിന്റെ കരം ശക്തമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ, അതിന്മേൽ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ഒന്നും നമ്മുടെ ജീവിതത്തിന് മുന്നിൽ ഒരു പ്രയാസമായിട്ട് നമുക്ക് തോന്നത്തില്ല. ആമേൻ. അവിടെ അവൻ പ്രാർത്ഥിക്കുന്നതിനും, അതായത് എലീശ പ്രാർത്ഥിച്ച് അവന്റെ കണ്ണ് തുറക്കുന്നതിന് മുന്നേ അവൻ കണ്ടത് എന്താണ്? ശൂന്യമാണ്. അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന അവരുടെ പക്കൽ ആരുമില്ല. അവർ രണ്ടുപേര് അവര് ശൂന്യമായിട്ട് നിൽക്കുക. എന്ത് ചെയ്യും യജമാനനെ എന്ന് പറഞ്ഞ അയ്യം വിളിക്കുക. യഹോവയോട് പ്രാർത്ഥിച്ച് യഹോവ അവന്റെ കണ്ണ് തുറന്നപ്പോൾ അവൻ കാണുന്നത് എന്താ? അവൻ കാണുന്നത് ഇങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അവന്റെ അടുക്കൽ വന്നപ്പോൾ എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു. ആമേൻ. അവൻ കണ്ണു തുറന്നു നോക്കുമ്പോ ശക്തമായ ഒരു സൈന്യം അവന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ അവന്റെ പക്ഷത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. ആമേൻ. അത് എപ്പോഴാണ്? അവന്റെ കണ്ണ് തുറന്നപ്പോഴാണ് അവനത് കാണുന്നത്. ആമേൻ. നമ്മുടെ പക്ഷത്ത് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ യഹോവ നമ്മുടെ പക്ഷത്തുണ്ടെന്ന് നമ്മൾ ഓരോ നിമിഷവും, ഓരോ പ്രതിസന്ധിയിലും, ഓരോ പ്രയാസഘട്ടങ്ങളിലും നമ്മൾ വിശ്വസിച്ച് മുന്നേറണം. നമ്മൾ ദൈവത്തിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് അവന്റെ അമിതമായ ബലത്തിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുന്നവരാ അല്ലെ നമ്മുടെ വിശ്വാസ ജീവിതം. നമ്മൾ വാക്കുകൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മളത് നമ്മുടെ ജീവിതത്തിൽ കാണിക്കണം. അത് പ്രവൃത്തിയിൽ കാണണം. ആ പ്രവൃത്തിയിൽ കാണണമെങ്കിൽ നമ്മുടെ ഉൾക്കണ്ണ് തുറക്കണം, ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, ദൈവത്തിൽ നമ്മൾ നോക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ മുന്നിലുള്ള പ്രതികൂലത്തെ നമുക്കൊന്നുമല്ല, സർവശക്തനായ ദൈവം അതിനേക്കാളും വലിയവൻ എന്ന് വിശ്വസിപ്പാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ആമേൻ. ഈ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് നമ്മുടെ കണ്ണ് തുറന്നാൽ നമുക്ക് കുറെ ഗുണങ്ങളുണ്ടാവും. അതായത് നമ്മുടെ ആത്മീയ ജീവിതത്തില്, നമ്മുടെ ഭൗതിക ജീവിതത്തിലെല്ലാം നമുക്ക് അതുകൊണ്ട് ഗുണമാണ്. ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് നമ്മുടെ കണ്ണ് തുറന്ന് നമ്മൾ എഫേസ്യൻസ് 1:17-18 വായിക്കുമ്പോ അതിലിങ്ങനെയാണ് പറയുന്നത്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇതിൽ പറയുന്നത് ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ, അതായത് നമ്മുടെ ഉള്ളിലെ കണ്ണ് തുറന്നാൽ നമുക്ക് എന്തെല്ലാം തിരിച്ചറിയാൻ പറ്റും? നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്ന് കണ്ണ് തുറന്നാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ആമേൻ. പറയുന്നത് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും, ആമേൻ, അവന്റെ വിളിയാലുള്ള ആശ, ദൈവം എന്താണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? പലരും ചിന്തിക്കും, ഞങ്ങൾ പെന്തിക്കോസ്തിന്റെ 3-ാം തലമുറ ആയതുകൊണ്ട് വിശ്വാസ ജീവിതം നയിക്കുന്നു. അങ്ങനെ കുറെ പേരുണ്ട് കേട്ടോ. ദൈവമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാതെ അപ്പനും അമ്മയും പുഷ് ചെയ്യുന്നത് കൊണ്ട് മാത്രം, ഇല്ലെങ്കിൽ നാട്ടുകാർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ച് വിശ്വാസത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. അങ്ങനെ ഒരു കാര്യമല്ല. ഈ പെന്തിക്കോസ്ത് പാരമ്പര്യത്തിൽ ജനിച്ചതാണെങ്കിലും ഇനി മറ്റു ജാതികളിൽ ജനിച്ചതാണെങ്കിലും നിന്നെ വിളിച്ച് വേർതിരിച്ചതിന് ദൈവത്തിന് ഒരു ആഗ്രഹമുണ്ട്, ഒരു ആശയുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഉൾക്കണ്ണ് തുറക്കണം, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്ന് നമ്മൾ കണ്ണ് തുറന്ന് തിരിച്ചറിയണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ദൈവത്തിന്റെ ആഗ്രഹം അനുസരിച്ച് നമ്മുടെ ആത്മജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. രണ്ടാമത് പറയുന്നത് വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും. എന്താണ് മഹിമാധനം എന്ന് ഉദ്ദേശിക്കുന്നത്? അത് ദൈവത്തിന്റെ കയ്യിലാണെങ്കിൽ ഒരുപാട് മഹിമ നിറഞ്ഞ ധനം, അതായത് ഇപ്പൊ എന്താ പറയാ, ലോകത്തിലുള്ളതെല്ലാം ദൈവത്തിന് അവകാശമുള്ളതാണ് അല്ലെ. ദൈവത്തിന് ആർക്ക് കൊടുക്കണം, എങ്ങനെ ചെയ്യണം എന്നെല്ലാം ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം. ആ മഹിമാധനത്തിന്റെ അവകാശം ഇന്നതെന്ന്, ആ അവകാശം എന്ന് പറയുന്നത്, നമ്മൾ എന്താണ് അവകാശം? നമ്മള് വചനത്തിൽ വായിക്കുന്നുണ്ട്, റോമൻസ് 8:17 പറയുന്നു, നാം മക്കളെങ്കിലോ
അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ആമേൻ. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ആമേൻ. ദൈവത്തിന്റെ അവകാശികൾ എന്ന് പറയുമ്പോൾ ഇവിടെ വായിക്കുന്നത് എന്താണ്? അവന്റെ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം. ദൈവത്തിന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്ന് തിരിച്ചറിയണം. അതായത് നമ്മള് മക്കളാണ്, ദൈവത്തിന്റെ അവകാശികളാണ്, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്. അപ്പൊ ദൈവത്തിന്റെ ആ അവകാശത്തിന്, ആ മഹിമാതനത്തിന് നമ്മളും അവകാശികളാണ്. ആ വചനം വായിക്കുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ഭൂമിയിലുള്ള നന്മകളും ദൈവം നമുക്ക് വേണ്ടി നിത്യതയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകളും അത് മാത്രമാണ് നമ്മുടെ അവകാശം എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ എത്ര. എന്താണ്? നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. നാം അവനോടും കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ എത്ര. ക്രിസ്തുവിന്റെ കൂട്ടവകാശി ആവണമെങ്കിൽ നമ്മൾ ക്രിസ്തു അനുഭവിച്ച കഷ്ടങ്ങൾ അനുഭവിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോ ഈ കഷ്ടം അനുഭവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ അവകാശത്തിന്റെ മഹിമാദാനത്തിന്റെ അനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ മഹിമാദാനമാണ് നമ്മൾ അവകാശമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന മഹിമാദാനം കൂടിയാണ് കഷ്ടത എന്ന് പറയുന്നത്. ക്രിസ്തു അനുഭവിച്ച കഷ്ടതയുടെ 1% പോലും നമ്മൾ ആരും അനുഭവിക്കുന്നില്ല. എങ്കിലും നമുക്കൊരു ചെറിയ പ്രയാസം വരുമ്പോൾ നമ്മളെല്ലാവരും എന്താ പറയാ, അയ്യോ ദൈവമേ, എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്യുന്നു കർത്താവേ, എനിക്കിത് പറ്റത്തില്ല, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയും അല്ലെ. പക്ഷെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തുവിനോട് കൂടെ നമ്മളും തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം നമ്മൾ അനുഭവിച്ചാലേ പറ്റത്തുള്ളൂ. ആ കഷ്ടതയും കൂടിയാണ് നമുക്ക് നന്മയും, ഈ ലോകത്തിലുള്ള നന്മയും വരുവാനുള്ള നമ്മുടെ ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യതയിലുള്ള നന്മയും എല്ലാം ഉണ്ട്. അതിന്റെ കൂടെ ഈ കഷ്ടതയും കൂടെ നമ്മുടെ അവകാശത്തിന്റെ മഹിമാദനമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാൻ നമ്മുടെ ഉൾക്കണ്ണ് തുറക്കണം. നമ്മുടെ അവകാശത്തിന്റെ മഹിമാദനം എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ ഉൾക്കണ്ണ് തുറക്കണം. ഇനി അതിൽ പറഞ്ഞിരിക്കുന്നത്, അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തി, അതായത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വലിപ്പം. പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഉള്ള ആ വലിപ്പം എന്തെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഉൾക്കണ്ണ് തുറക്കണം. ആമേൻ. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടിയാണ്. വിശ്വാസം എന്താണ്? നമ്മൾ വിശ്വസിച്ചാലേ ആ ശക്തിയുടെ വലിപ്പം എന്നത് നമുക്ക് തിരിച്ചറിയാനും ഉൾക്കണ്ണ് തുറക്കാനും പറ്റത്തുള്ളൂ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു അല്ലെ. അങ്ങനെ ഒരു ഉറപ്പും അങ്ങനെ ഒരു കാണാത്ത കാര്യത്തിന്റെ നിശ്ചയവും നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഉൾക്കണ്ണ് തുറക്കണം. ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന് വിശ്വസിക്കണമെങ്കിൽ നമുക്ക് വാക്കുകൊണ്ട് പറയാൻ പറ്റും. നമ്മൾ വാഗുകൊണ്ട് പറയുന്നത് പോലെയല്ല, അത് ഒരു കാര്യം വന്ന് നമ്മൾ അതിനെ ഫേസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വിശ്വാസം എത്രത്തോളം വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ആമേൻ. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ വലിപ്പം ഇന്നതെന്നും തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഉൾക്കണ്ണ് തുറന്ന് ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് നമ്മൾ ദൈവത്തിന്റെ മുഖത്ത് നോക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ആമേൻ. വചനം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. ആമേൻ. നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിച്ചോ, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കത്തില്ലേ, ഞാൻ വിശ്വാസ കണ്ണാൽ കണ്ടു പ്രാർത്ഥിക്കുന്ന കർത്താവെ. നമ്മുടെ വിശ്വാസ കണ്ണാൽ കണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്താണ്? ആ കാര്യം നമുക്ക് ലഭിച്ചു, ദൈവം നമുക്കത് തരും. അത് തരുമെന്ന ഒരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പിന്നെ നാളെ അതിന്മേൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ നമ്മൾ പിന്നെ അതിലോട്ട് ഡെസ്പായി പോവാനോ അല്ലെങ്കിൽ വിഷമിച്ച് താഴ്ന്ന് ഇനി എന്റെ ജീവിതം എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, അങ്ങനെ ചിന്തിക്കാനുള്ളതല്ല. ഒരു പ്രാവശ്യം ദൈവത്തിന് ഒരു സമയമുണ്ട്, ആ സമയത്തെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. നമ്മൾ ചിന്തിക്കുന്ന സമയമല്ല ദൈവത്തിന്റെ സമയം. ആമേൻ. അങ്ങനെ ഈ 3 കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് വ്യക്തമാക്കി തന്നു. ദൈവം ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് നമ്മുടെ കണ്ണ് തുറന്ന് നമുക്കുണ്ടാവുന്ന ഗുണങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ശോധനയില്ലാതെ, പ്രയാസമില്ലാതെ, ദുഃഖങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ ശോധനയും ദുഃഖം എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയാവോ? നമ്മളുടെ ഉള്ളിലുള്ള വിശ്വാസത്തിന്റെ കുറവ് കൊണ്ട് നമ്മൾ തന്നെത്താൻ വിഷമിക്കുന്നയാ. ഇപ്പോ
നമ്മള് ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും ആണ് എന്ന് വിശ്വസിച്ച് കണ്ണുകൊണ്ട് നമ്മൾ അത് കണ്ട് ആ ക്രിസ്തുവിന്റെ കഷ്ടതയെ നമ്മൾ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടാണ് നമ്മൾ ഇത് ഫേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ദുഃഖമോ പ്രയാസമോ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നത്തില്ല. ആമേൻ. ഇനി ഇപ്പോ ഇതുപോലെ തന്നെ ഇപ്പൊ നമുക്കുള്ള ഗുണങ്ങൾ ഉണ്ടാവുന്നത് പേഴ്സണലി നമുക്ക് ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ പോലെ തന്നെ മറ്റുള്ളവർക്കും നമ്മളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ ഗുണങ്ങൾ ഉണ്ടാവും. ആമേൻ. അത് നമുക്കതിന് അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായം 17-18 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്: ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും, അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. ആമേൻ. ഈ വചനഭാഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൗലോസിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു കഴിഞ്ഞിട്ട് പൗലോസിനെ, അതായത് പൗലോസിന്റെ ഉൾക്കണ്ണ് തുറന്നു കഴിഞ്ഞിട്ട് ദൈവം അവനോട് പറയുന്ന കാര്യങ്ങളാണ്. ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും, അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഇപ്പോ ഇത്ര നേരം നമ്മൾ നോക്കിയത് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് നമ്മുടെ പേഴ്സണൽ ലൈഫില് സ്പിരിച്വൽ ലൈഫില് എന്തെല്ലാം ഗുണങ്ങൾ അതുകൊണ്ട് ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി നമ്മൾ ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലും അനുഗ്രഹമായി തീരും. അതിങ്ങനെയാണ്, നമ്മളുടെ കണ്ണ് തുറന്ന് നമ്മൾ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ പാപമോചനം ലഭിക്കാൻ നമുക്ക് അവരെ സഹായിക്കാം. അവരെ പാപത്തിൽ നിന്ന് പിടിച്ച് മാറ്റി അവരെ നന്മയിലൂടെ നയിക്കാനായിട്ട് നമുക്ക് സഹായിക്കാം. ആമേൻ. ശുദ്ധീകരിക്കാം, അവരുടെ ജീവിതം ശുദ്ധീകരിക്കപ്പെടാനായിട്ട് നമ്മൾ അവർക്ക് ഒരു ഭാഗമായിട്ട് നിൽക്കാം. അതുപോലെ തന്നെ അവരെ കണ്ണ് തുറപ്പാനും. ആമേൻ. ഇപ്പോ വചനത്തിൽ പറയുന്നുണ്ട്, ഒരു കുരുടന് മറ്റൊരു കുരുടനെ വഴി കാണിച്ച് നേർവഴിക്ക് നടത്താൻ പറ്റത്തില്ല, അല്ലെ? അതുപോലെ തന്നെ ഒരു വചനം പറയുന്നത്, നമ്മുടെ കണ്ണിലുള്ള തടിക്കഷ്ണം എടുത്ത് കളയാതെ മറ്റുള്ളവരുടെ കണ്ണിലെ പൊടിയെടുത്ത് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അപ്പൊ നമ്മുടെ ഉൾക്കണ്ണ് തുറന്നാൽ മാത്രമേ അവരുടെ കണ്ണ് തുറക്കാനായിട്ട് നമുക്ക് അവരെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ മിനിസ്ട്രി നമ്മൾ ഈ കൂടി വരുന്നത് ഈ ഒരു ബേസിക്കിലാണ്, അല്ലെ? നമ്മൾ മറ്റുള്ളവരെ പാപത്തിൽ നിന്ന് പിടിച്ചു മാറ്റി നന്മയിലോട്ട് നടത്തുക, അവരെ ശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതം നയിപ്പിക്കുക, പിശാചിന്റെ, അതായത് സാത്താന്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്ക് അവരെ തിരിപ്പിക്കുക, അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവരെ മാറ്റിവിടുക. ഇതൊക്കെയാണ് നമ്മുടെ ദൗത്യങ്ങൾ. നമ്മളെ ഈ മിനിസ്ട്രിയിൽ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് തന്നെയാണ്. നമ്മൾ പ്രീച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വ്യക്തിയെങ്കിലും മാനസാന്തരപ്പെടണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഈ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ്, അല്ലെ? അവരെ സാത്താന്റെ പിടിയിൽ നിന്ന് മാറ്റി നന്മയിലോട്ട് നടത്തണം. ആ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ആദ്യമേ നമ്മുടെ ഉൾക്കണ്ണ് നമ്മൾ തുറക്കണം, ദൈവസന്നിധിയിലോട്ട് നോക്കണം. നമ്മുടെ കണ്ണ് തുറന്ന് പ്രകാശിച്ച് ദൈവത്തിന്റെ അമിതമായ ബലം എന്തെന്ന് തിരിച്ചറിയാൻ, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും എന്തെന്ന് തിരിച്ചറിയാൻ, ഈ ഭൂമിയിലുള്ള കഷ്ടത നമ്മുടെ അവകാശമാണെന്ന് തിരിച്ചറിയാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വലിപ്പം എന്തെന്ന് തിരിച്ചറിയാൻ, നമ്മുടെ ഉൾക്കണ്ണ് തുറന്ന് അത് അനുഭവിച്ച് അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവത്തിലോട്ട് അവരെ അടുപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഇതുപോലെ നമ്മളെ ഈ ഉൾക്കണ്ണ് തുറക്കുക എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അതിന് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ എങ്ങനെ സഹായിക്കുന്നത്? എഫേസ്യൻസ് 1:19 ഇങ്ങനെയാണ് വായിച്ചത്, നമ്മള് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തമായി അതിനും അളവറ്റ വലിപ്പമുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളോട് കൂടിയിരുന്ന് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ആമേൻ. അങ്ങനെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ടാണ് നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളെ നമ്മൾ കാണുന്നതെങ്കിൽ, നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ വർക്ക് ലൈഫ്, നമ്മുടെ സ്പിരിച്വൽ ലൈഫ്, എല്ലാ സിറ്റുവേഷൻസും, നമ്മുടെ എല്ലാ എൻവയോൺമെന്റും അങ്ങനെ ഒരു കണ്ണിലൂടെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ
നമ്മുടെ ജഡത്തെ നമുക്ക് ജയിക്കാൻ സാധിക്കും. ആമേൻ. നമ്മുടെ പ്രൈഡ് നമുക്ക് താഴ്ത്തി നിർത്താൻ പറ്റും. നമ്മുടെ ഈഗോസ്, നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള ക്രാഷസ്, അതെല്ലാം നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. പക്ഷെ നമ്മൾ ഉൾക്കണ്ണ് തുറന്ന് ഈ പറയുന്ന 3 കാര്യങ്ങൾ നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ച് നമ്മളുടെ മുന്നിലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ ജഡികമായ ചിന്തകൾ, മാനുഷികമായ ചിന്തകൾ, നമ്മുടെ പ്രൈഡ്, നമ്മുടെ ഈഗോസ്, നമ്മുടെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഞാൻ എന്ന ഭാവം, അതെല്ലാം എടുത്തു മാറ്റി നമ്മൾ താഴ്മയുള്ളവരായി ആ കാര്യങ്ങളെ ഫേസ് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ആമേൻ. ഞാൻ റീസെന്റ് ഒരു ദേവദാസിന്റെ പ്രസംഗം ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ശ്രദ്ധിച്ചത്. അതെ, ആ ദേവദാസൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തില് ചില പ്രതിസന്ധികൾ വരുന്നത് നമ്മൾ തന്നെ കൊണ്ടുവരുന്നതാണ്. ചില പ്രതിസന്ധികൾ, അതായത് പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കേണ്ട സ്ഥാനങ്ങളിൽ നമ്മൾ പിശാചിന് ഇടം കൊടുക്കും. ആമേൻ. നമ്മൾ വിചാരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെയാണ് പിശാച് കയറി പറ്റുന്നത്. നമ്മളുടെ അനുവാദമില്ലാതെ, നമ്മൾ ഇടം കൊടുക്കാതെ പിശാച് നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരത്തില്ല. പക്ഷെ നമ്മൾ പിന്നെ അത് പറയും, അത് നമ്മുടെ പോരാട്ടമാണ്, പിശാചിന്റെ അതാണ്, എതിർപ്പാണ് എന്നൊക്കെ പറയും. പക്ഷെ ദേവദാസൻ ഇങ്ങനെയാണ് സൂചിപ്പിച്ചത്, നമ്മൾ ഇടം കൊടുക്കാതെ പിശാച് നമ്മുടെ ജീവിതത്തിന് അകത്തോട്ട് കയറി വരത്തില്ല. ആ ഇടം കൊടുത്ത സ്ഥാനങ്ങൾ ഈ ദിവസങ്ങളിൽ നമുക്ക് മാറ്റി പരിശുദ്ധാത്മാവിന് ആ സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാൻ ദൈവം നമ്മളെ സഹായിക്കണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മിനിസ്ട്രി ഈ 3 കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട്, അതായത് നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ട്, നമ്മുടെ അവകാശത്തിന്റെ മഹിമാധനം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുടെ ആ വലിപ്പം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ മിനിസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരെ പാപത്തിൽ നിന്ന് പിടിച്ചെടുക്കാനും, അവരെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലോട്ടും, സാത്താന്റെ കയ്യിൽ നിന്ന്, അധികാരത്തിൽ നിന്ന് ദൈവത്തിലോട്ട് നമുക്ക് മാറ്റി കൊണ്ടുവരുവാൻ സാധിക്കും. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും സഹായിക്കുമാറായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനം എല്ലാവർക്കും അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിശുദ്ധനായ കർത്താവേ, അപ്പാ, ഞങ്ങൾ ഈ വചനം ദൈവമേ ശ്രവിച്ചത് അപ്പാ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങളുടെ ഹൃദയ കണ്ണൊന്ന് തുറക്കുവാൻ കർത്താവ് സഹായിക്കണമേ. അപ്പാ ഹാലിൽ വചനം ഇങ്ങനെ പറയുന്നു, അപ്പാ ന്യായപ്രമാണത്തിലെ നിയമങ്ങളെ, ആ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കണമെന്ന് ഈ വചനം പറയുന്നപ്പാ. ആ ന്യായപ്രമാണം എന്ന അങ്ങയുടെ വചനത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവെ, അങ്ങയുടെ വചനത്തിന്റെ മർമ്മങ്ങളെ രുചിച്ചറിഞ്ഞുകൊണ്ട് കർത്താവെ, അപ്പൊ ഓരോ ദിവസവും മുൻപോട്ട് പോകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അപ്പ അങ്ങയുടെ അവകാശം എന്തെന്ന്, അങ്ങയുടെ വലുപ്പം എന്തെന്ന് അപ്പൊ ഹല്ലേലൂയ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അപ്പ പ്രതിസന്ധികളിൽ കർത്താവെ ഞങ്ങൾ തളർന്നു പോകാതെ ഞങ്ങളോട് കൂടെയുള്ളവൻ അപ്പൊ ഹല്ലേലൂയ മറ്റ് എല്ലാറ്റിനേക്കാളും വലിയവൻ എന്ന് വിശ്വസിപ്പാൻ ഞങ്ങളെ കണ്ണുകളെ തുറക്കണമെന്ന് യാചിക്കുന്നു കർത്താവെ. ഈ പ്ലാറ്റ്ഫോമിൽ കൂടി വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവമേ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഹല്ലേലൂയ കർത്താവിന്റെ സഹായം കൂടിയുള്ളതിനായി സ്തോത്രം, സാന്നിധ്യം കൂടിയുള്ളതിനായി സ്തോത്രം കർത്താവെ. അപ്പൊ പ്രാർത്ഥന യാചനയും കേട്ട കൃപകൾക്കായി സ്തോത്രം. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.